തൃശൂർ ചേലക്കോട്ടുകരയിൽ ആക്രമണം 4 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. MS ലിഷോയുടെ വിശദാംശങ്ങളുമായി. ലിഷോ, എന്തു കാരണത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്? അക്രമികൾ ആരാണ്? പോലീസ് അവരെ പിടികൂടിയിട്ടുണ്ടോ? 3 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇന്ന് വൈകുന്നേരം 5:15 കൂടിയാണ് സംഭവം. ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നിജോ എന്ന് പറയുന്ന വ്യക്തി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ള വ്യക്തിയാണ്. ഇയാൾ അഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ വരവേ ഒരു ഫ്രൂട്ട്സ് കച്ചവടം കഴിഞ്ഞ് റോഡിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു ആപ്പ ഓട്ടോറിക്ഷ അത് ആ വീട്ടിലേക്കുള്ള വഴിക്കരികിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ വാഹനം അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സുധീഷ്, വിമൽ, കിരൺ, വിനിൽ എന്നിവരുമായി ഈ നിജോ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് ആ തർക്കത്തിന് ശേഷം നിജോ അവിടെ നിന്നും പോവുകയും പിന്നീട് സഹോദരനായ നെൽസനുമായി ഇവിടേക്ക് എത്തുന്നു. നെൽസനും ഈ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉള്ള വ്യക്തിയാണ്. അങ്ങനെ ഈ സഹോദരനുമായി എത്തി അവിടുത്തെ ആ സംഭവ സ്ഥലത്ത് എത്തുകയും ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സുധീഷിനെയും, വിമലിനെയും, കിരണിനെയും, വിനിലിനെയും മുളക് പൊടി എറിഞ്ഞ് വടിവാൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. പരിക്ക് പറ്റിയവർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. വിനിലിന് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ കിരണിന് തലയ്ക്ക് പുറകിലും നെറ്റിയിലും പരിക്കുണ്ട്. കൈപ്പത്തിക്കും പരിക്കുണ്ട്. സുധീഷിന് തലയിൽ തന്നെയാണ് പരിക്കുള്ളത്. വിമലിന് കയ്യിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടി കിട്ടി കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പരിക്ക് പറ്റിയവരെല്ലാം തന്നെ നിലവിൽ ചികിത്സയിലാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് 3 പേര് ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഒല്ലൂർ മിഡാസ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്തായിരുന്നു ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്.